ലിൻസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേളാങ്കണ്ണി പോണ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വേളാങ്കണ്ണി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പം അതുകൊണ്ട് പിന്നെ മേട്ടുപ്പാളയം വരെയുള്ള റോഡ് നമ്മൾ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ട വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് പോയോണ്ടിരിക്കുകയാണ്. കണ്ണൂർ കഴിഞ്ഞ് കറക്റ്റ് ഒരു 4 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല റോഡാണ് കേട്ടോ. അത് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ പോണത് നമ്മൾ വണ്ടിയിലല്ല കേട്ടോ. നമ്മളൊരു ഇന്നോവയിലാണ് പോണത്. നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ്. കൂട്ടുകാരനൊക്കെ കാണിക്കാം. അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ തിരിച്ച് കരൂരെത്താനായിട്ടുണ്ട്. റോഡൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. നല്ല സൈലൻ്റായ റോഡാണ്. രാത്രി ആയ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. കാറ്റും എ സി ഒക്കെ ആകുമ്പോൾ. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് എപ്പോഴും ഉള്ളതാണത്. സ്ഥലം ഡിവൈഡർ വെച്ചിട്ട് പോലീസുകാരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവും ഇവിടെ എപ്പോൾ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിങ്ങനെ പോവാം. എന്തോ ഒരു ബോർഡ് കാണണ്ട, എന്താ നോക്കാം നമുക്ക്. ക്ലിയർ ആവുന്നില്ലല്ലോ. ശക്തി സേലം പല്ലടം. അപ്പോൾ നമ്മൾ റോഡ് മാറി നമ്മൾ വേറെ ഹൈവേയിലേക്ക് കയറി കേട്ടോ. തിരിച്ച് ഹൈവേയിലേക്ക് കയറുകയാണ്. പക്ഷെ നല്ല ഇവിടുത്തെ റോഡ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റോഡാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഒരു മടുപ്പ് തോന്നില്ല. അതിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഡ്രൈവർ 100-120 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി അടിച്ച് പോവുകയാണ്. നല്ല റോഡല്ലേ, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പാണ് റോഡിൽ തന്നെ. അപ്പോൾ നമ്മൾ ഔട്ടറിലേക്കുള്ള റോഡിൽ കയറി കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും റോഡ് തന്നെ ഉള്ളല്ലോ ഫുള്ളായിട്ട്. റോഡും കാണണ്ടേ നമുക്ക് ഇങ്ങനെ പോണത് എങ്ങനെയാണ് അല്ലേ. അതിന് വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ 3 ദിവസം റോഡ് തന്നെ ഇടണ്ടായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും ചായ കുടിക്കണം എന്നൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കടകളൊന്നും കണ്ടുമുട്ടിയിട്ടില്ല. സമയം 2 മണി കഴിഞ്ഞു. എന്നാലും കാണുന്നില്ല. തിരിച്ചെത്താനായി. ബോർഡ് വന്നു പോയി. നല്ല റോഡാണ്. പെട്രോൾ പമ്പ് ഭാരത്തിൻ്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ
അപ്പോൾ കാണാൻ പോണത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുച്ചിൻ്റെ മുന്നിലെ പാലാണ്. ഇതാണ് ഈ കാവേരി വെള്ളം വരുന്നത്. മെയിൻ സ്ഥലത്ത് തിരിച്ചിക്കാണല്ലോ വരുന്നത്. അവിടെ നിന്നാണല്ലോ തിരിച്ച് മാറ്റി വിടുന്നത്. അപ്പോൾ ആ പാലമാണ് ഇത്. ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ പാലം. വലിയ പാലാണ്. നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ. പാലം കഴിഞ്ഞാനായി, നമ്മൾ റോട്ടിലേക്ക് എത്താനായി. യെസ്, നമ്മൾ തിരിഞ്ഞതിൻ്റെ അകത്ത് പോകണം. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് പോയോണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ലോങ്ങിലൊരു അമ്പലം കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയിൽ അത് ക്ലിയർ ആവണില്ല. ഞാൻ നോക്കി മറ്റേ ക്യാമറയിൽ നോക്കുമ്പോൾ ആവണില്ല. പക്ഷേ ഈ ബസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബസ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ബസ്സിൻ്റെ കാര്യം. ഈ ബസ്സിന് പ്രത്യേകത അതെല്ലാം നന്നായിട്ട്. ഈ ബസ് കുറേ പേര് നമുക്ക് ഒന്നുമില്ല. നമ്മൾ കൂടല്ലൂരിൽ നിന്ന് തിരുച്ചിയിലേക്ക് വരുന്നത്. നമ്മളെ ഡ്രൈവർ രഘുരാം ആണ് ഇന്ന് ആ വണ്ടിയിലുള്ളത്. ഞങ്ങൾ മേട്ടുപ്പാളയത്ത് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ ചോറിനാനൊക്കെ നിർത്തിയപ്പോൾ അവരടിച്ച് വിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗൂഡല്ലൂർ എന്ന് കണ്ട്, കിങ് ഓഫ് ഗൂഡല്ലൂർ കണ്ടില്ലേ. രഘുരാം ഓടിക്കണ ബസ്സാണത്. വൈകുന്നേരം 6 മണിക്കാണ് ഗൂഡല്ലൂരിൽ നിന്ന് ഈ ബസ് എടുക്കണത്. 6 മണിക്കെടുത്ത ഇതിവിടെ രാത്രി 1 മണിക്കോ 2 മണിക്കോ റീച്ച് ആവുന്നുണ്ടെന്നാണ് കറക്റ്റായിട്ട് എനിക്ക് സമയം, ഇവിടെ റീച്ചിങ് ടൈം അറിയില്ല. പക്ഷെ ഗൂഡല്ലൂർ 6 മണിക്ക് എടുക്കുന്ന ബസ്സായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയും ഓടിച്ചിട്ടേ ഇത് പറയുമ്പോഴേ ഒന്നും ക്ലിയർ ആവുന്നില്ല. അതാണ് ഡ്രൈവർ മാറിയതായിരുന്നു. നമ്മളെ ബാലണ്ണൻ ടയേർഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ഞാൻ ഓടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓടിച്ചത്. ഇനി ഇവിടെ ഈ പാലം കണ്ടില്ലേ, ഇത് വന്നിട്ട് ഡാമിൽ നിന്ന് വെള്ളം തിരിച്ച് വിടുന്നത്. അപ്പോൾ തിരിച്ചിൽ ഞാൻ പറഞ്ഞല്ലോ കാവേരി എന്ന് പറഞ്ഞ വെള്ളം ഇവിടെ നിന്നാണത്. പിന്നെ ഈ പാലത്തു നിന്നാണത് സപ്ലൈ ചെയ്യണത്. എല്ലാ സ്ഥലത്തേക്കും തിരിച്ച് വിടാനുള്ളൊരു ചെറിയൊരു ഡാമെന്ന് തന്നെ പറയാം. അതാണ്. അപ്പോൾ കാവേരി വാട്ടർ എവിടെയൊക്കെ തിരിച്ച് വിടുന്നുണ്ടെന്നുണ്ടല്ലേ, കാവേരിയിൽ നിന്ന് വരുന്ന വെള്ളം അതൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് തഞ്ചാവൂർ എത്താനാവുമ്പോൾ നല്ലൊരു പാലം കണ്ടു കേട്ടോ. അടിപൊളി പാലാണിത്. നല്ല രസമല്ലേ കാണാം. പക്ഷേ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. ഞാൻ പകുതിയിൽ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് എത്തി. വെളുപ്പിന് 6:20 സമയം. 6:10 ആയുള്ളൂ. നല്ല രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മേഘം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് കാലെടുത്ത് വെച്ചു. ഇനി ജസ്റ്റ് 5 കിലോമീറ്റർ മാത്രം എത്തിക്കഴിഞ്ഞു എന്ന് പറയാൻ. ഇപ്പോൾ കണ്ടില്ലേ ഡ്രൈവർ ബാലണ്ണം പിന്നെയും ഓടിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അല്ലേ ക്ലൈമറ്റ് വാ
സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിലെത്തി. കറക്റ്റ് 6:45. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്തൊക്കെ പരിപാടി എന്ന് നമുക്ക് നോക്കിയാൽ, ഫസ്റ്റ് നമുക്ക് റൂം എടുക്കണം, ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പള്ളീൻ്റെ അടുത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. മുന്നിൽ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? വേസ്റ്റ് എടുക്കാൻ വന്ന വണ്ടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ പോട്ടെ ഫോണില്ല നമ്മൾ മാറ്റിയെടുത്ത് പോന്നു. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അന്ന് സമയം 9 മണിയായിട്ടുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിക്കണം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഹോട്ടലിലേക്ക് നമ്മൾ കയറി. ഇവിടെ ചെറിയ ഹോട്ടലാണ്, ഹോട്ടൽ പ്രകാശ്. നല്ല വൃത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നണം, കണ്ടിട്ട് നല്ല ക്ലിയറൊക്കെ ആയിട്ടുണ്ട്. AC, നോൺ AC എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങി പള്ളീൻ്റെ അടുത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട്? കടകൾ, ചുറ്റിനും കടകളും ഒക്കെ തുറന്ന് വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ? മെഴുകുതിരി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മേടിക്കണം, ഒക്കെ മേടിക്കാം. നമുക്കിപ്പോൾ സമയമായിട്ടില്ലല്ലോ, നമ്മൾ 2-3 ദിവസം ഉണ്ടല്ലോ ഇവിടെ. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ നോക്കിയാണ്. ഇഷ്ടംപോലെ തെങ്ങുണ്ട് ഇവിടെ. എന്തോ ഒരു നേർച്ചയാണ് കേട്ടോ അത്. കണ്ടില്ലേ? നമ്മളാൾക്കാരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇവിടുന്ന് കാണുമ്പോൾ കണ്ടില്ലേ? പള്ളീൻ്റെ എൻട്രൻസാണ്, ചെറിയ പള്ളീൻ്റെ എൻട്രൻസ്. ഇവിടെ നേർച്ചയൊക്കെ കൊടുക്കാനുള്ള സ്ഥലമാണിത്. മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ പുറത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. തന്നെ കെടുത്തിട്ടുണ്ട്. പോലെ കുട്ടിക്ക് എടുക്കണം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണം. ഞങ്ങൾ വന്ന് റൂമിട്ട് കുളിച്ച് പിന്നെ ഇതൊക്കെ പള്ളിക്ക് കയറാൻ വേണ്ടി എൻട്രൻസ് കഴിഞ്ഞു. ഇല്ലല്ലോ, ആ വണ്ടി പള്ളിയിലേക്ക് പോകുകയാണ്. രാവിലെ 6 മണിക്ക് എത്തും. ഇല്ലല്ല, നാളെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തിരക്കിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ 9 മണി ആയപ്പോഴാണ് കേട്ടോ ഇവിടെ. 9 മണിക്ക് ഇവിടെ കുർബാന ഉണ്ട് പറഞ്ഞു, പക്ഷേ 8 മണിക്കാണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞിട്ടില്ല. നമുക്ക് നാളെ രാവിലെ എന്തായാലും കുർബാനയ്ക്ക് കൂടാം. അപ്പോൾ ഇപ്പോഴത്തെ നമുക്കൊന്ന് പോയി പള്ളിയിലേക്കൊന്നുള്ള കയറിയിട്ട് കുർബാന നടന്നുകൊണ്ടിരിക്കിയിട്ട് പകുതിയായി. നമ്മൾ താഴത്തെ പള്ളിയിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. മേലെ കൊങ്ങിണി മാസമാണ്, കൊങ്ങിണി ഭാഷയിലല്ല, അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. താഴേക്കൊന്ന് നടന്ന് നോക്കാം.
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പെരുന്നാളിന് പറ്റിയ സീരിയലൊന്നും ഇനിയും അഴിച്ചു മാറ്റിയിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പം മേലത്തെ പള്ളിയിലേക്ക് കയറി പോകാൻ നോക്കുകയാണ്. ഏത് കുർബാനയിലാണ്? കുർബാന ഇല്ല, നോക്കാം, പോയി നോക്കിയിട്ട് എന്താണ് കഥ. ഇതില് ചൂട് നല്ല ചൂടായിട്ടോ, അപ്പം തന്നെ ചൂട് തുടങ്ങി. അടിപൊളിയായിട്ടുണ്ട് പള്ളി, നല്ല അടിപൊളിയായ ചൂട്. ഇതൊക്കെ ചൂടെടുത്തിട്ട് തളർന്ന് നിൽക്കണം. എല്ലാവരും നടന്നിങ്ങനെ പോവാണ്. പോയി നോക്കാം, ഉള്ളിൽ പോയി നോക്കാം. എപ്പോഴും പള്ളിയിനുള്ളിൽ പോയി നോക്കാം അല്ലേ. നല്ല നല്ല രസമുള്ള പള്ളിയാണ് കൂടും. നല്ല രസമുള്ള പള്ളിയാണ്. പള്ളീൻ്റെ അകത്തൊക്കെ കയറി നമ്മൾ ഇറങ്ങി. നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. പള്ളിയുടെ പരിസ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടെയാണ് എല്ലാവരും ഇന്ന് നടക്കുന്ന സ്ഥലം. നമ്മൾ പള്ളീൻ്റെ മേലിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആട്ടോ. ഇതിൽ മുട്ടുറ്റി നടക്കുന്ന സ്ഥലമാണ്. കുഴപ്പമില്ലേ, നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നുണ്ട്. ഈ രൂപം ഒന്ന് കണ്ടോ, എന്തോ ഭയങ്കര ഹൈറ്റാണ്. പക്ഷെ അത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. പോലെ ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ കൂടി തുടങ്ങിയിട്ടോ. അതൊക്കെ കണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരികൾക്കും സാമ്പത്തിക ഞെരുക്കത്തെ എല്ലാവരും കണ്ടുപോകുന്നവർക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധിന്മേൽ ശരിയാണ് കുർബാനയുടെ അങ്ങയുടെ ശാന്തി സമാധാനവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമായി യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപ്പെട്ടതായ ഈശ്വരമായ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് മീൻ മേടിക്കാൻ വന്നാൽ നമ്മൾ തന്നെ ഇന്ന് കുക്കിംഗ് ഉണ്ടാക്കാട്ടോ. ലോഡ്ജിൽ നിന്ന് താഴെ കിച്ചനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ഏതാണ് മേടിക്കാം. നന്നായി ക്ലീൻ ചെയ്ത് ഇവിടെ മീനുകളൊക്കെ വെച്ചിട്ടുണ്ട് ചേച്ചി. നല്ല നല്ല ഞണ്ടുണ്ട്. മീൻ നല്ല ഫ്രഷ് ആട്ടോ. ഇത് ചെറുവലക്കാർ കൊണ്ടുവന്നതാണ്. ഒരു മീനാണ്. ഈ ചേച്ചി എന്താ കോടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് മീനിന്. ഒന്ന് നോക്കി നോക്കാം. ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്. ഇതിനൊക്കെ പേരെന്താന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് അറിയുമെന്ന് കമന്റ് ചെയ്താൽ. മീനൊക്കെ 400 രൂപ ചേച്ചി. നമ്മൾ പിന്നെ നല്ല മീനാണ് മേടിച്ചത്. നമ്മൾ ചേച്ചിൻ്റെ ഇത്രയും മീൻ മേടിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ ഇവിടെ അടുക്കളയിൽ അവർ അപ്പുറത്ത് വേറെ ടീം ചോറ് വയ്ക്കുന്നുണ്ട്. ചോറൊക്കെ വേണ്ടി ഇടാൻ പോകാൻ
അപ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്ന പപ്പും റെഡിയാക്കി തന്നെയാണ്. ഞങ്ങൾ മീൻ കറി വെക്കുന്ന പരിപാടി. ഞങ്ങൾ ചിക്കനാണ് അവിടെ ചിക്കനില്ല, ഇവിടെ മീൻ. നമ്മൾ 2 വെറൈറ്റി മീൻ മേടിച്ചിട്ടുണ്ട്, ഒന്ന് വറക്കാനും ഒന്ന് കറി വയ്ക്കാനും. റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒന്നെടുത്താൽ ചോദിച്ചത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കുടുവിൻ്റെ മുടി ഒന്ന് മുട്ട അടിക്കാൻ തീരുമാനിച്ചു. കുടുവിൻ്റെ മാത്രമല്ല കേട്ടോ, ചൂണേൻ്റെ മുടി നമ്മൾ മുട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ കുടുവിൻ്റെ മുടി നമ്മൾ മുട്ട അടിക്കുകയാണ്. കുടു മുട്ട അടിക്കുകയാണ്. കുടു മുട്ട അടിച്ചാലോ? അപ്പം ശരിയാക്കി തരാം, നോക്കിക്കോ. അപ്പോൾ നമ്മളെ കുടുവിൻ്റെ മുടി ഉണ്ടാവും. കുടു കരയാൻ തുടങ്ങി. കരയണ്ട കുടു. നീമ ശരിക്കണ്ട. കുടുവിൻ്റെ മുടി മുട്ട അടിച്ചിട്ട് നീമൻ്റെ മുട്ട അടിക്കാം. പിന്നെ ഇപ്പോൾ കുടു ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടീമ നോക്കി ചിരിക്കുകയാണ്. ടീമിനോട് ആ ചേട്ടൻ പറയാനൊക്കെ മാറിക്കാണൊക്കെ. അങ്ങനെ മുട്ടടിച്ചിട്ട് ചെറുതായിട്ട് ചെറിയ മുറിയായിട്ട് ഇവിടെ നോക്കൂടൂ. ഇവിടെ നോക്ക്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുടുവിൻ്റെ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇങ്ങനൊരു ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ തന്നിട്ടുണ്ട് അവർ. അത് കത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കത്തിച്ച് അതൊക്കെ കത്തിച്ചിട്ട് നമുക്ക് അപ്പോൾ കത്തിച്ച് നമ്മൾ പിന്നെ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിന്നെ ജൂനിയനൊക്കെ മുട്ടടിച്ചല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കത്തിക്കാമെന്നാണ് പറഞ്ഞത്. കൂടുവനും ഭയങ്കര ചൂടാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിയിലൊക്കെ ഒന്ന് പോയി.
ഇതുണ്ടല്ലേ, ഇവിടെ നമുക്ക് അത് ഫുള്ള് സാധനങ്ങളൊക്കെ പർച്ചേസിങ് കേട്ടോ. ഇവർക്ക് കുറച്ച് കൊന്തകൾ അങ്ങനെ രൂപങ്ങൾ ഒക്കെ മേടിക്കാനുണ്ട്. അതിന് വന്നാണ് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി മാനം ബീച്ചാണ്. ദാഹം തീർക്കാനുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവരുടെ നമുക്ക് ലേസം വെള്ളം കുടിക്കാം, ഒരു ജ്യൂസൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ നമുക്ക് കടലിലിറങ്ങാം. കടലിലിറങ്ങ്. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ആണിത്. ഉണ്ടല്ലേ, വന്നവരെല്ലാവരും എടുത്ത ഫോട്ടോ ആണ്. ഇതാണ് പഴയ പള്ളിയിലാണ്. പഴയ പള്ളിയാണത്. നടന്ന് തന്നെ എന്തിലേക്ക് എത്തിട്ടോ. ഇവിടെ നിക്കടി. റൂം ഇവിടെ ഒന്നല്ല.
2个。